Hello everyone, welcome back to my channel NCERT Malayalam. In today's class, we are going to discuss Class 10 NCERT Supplementary Reader English Chapter 9 Boli. From the grey colored box itself, it is describing that from her very childhood, Boli was neglected at home. And why did her teacher take special interest in her? Did Boli measure up to her teacher's expectations? So actually Boli's name was Sulekha, and since her childhood everyone called her Boli because she was a simpleton. So what is the meaning of a simpleton? Is this that like that? A stupid or a foolish. She was the fourth daughter of Nambedar Ramlal. When she was 10 months old, she had fallen off the cord on her head and perhaps it had damaged some part of her brain. That was why she remained a backward child and came to be known as Bholi the simpleton. So this is the reason for everyone calling her Bholi. She was the fourth daughter of Nambedar Ramlal. അപ്പോൾ നമ്പേദർ രാംലാലിൻ്റെ നാലാമത്തെ പുത്രിയായിരുന്നു ഭോലി. ഭോലി 10 വയസ്സായപ്പോൾ ഭോലി എന്ത് ചെയ്തു, കട്ടിൽ നിന്ന് വീണിട്ട് ഭോലിയുടെ തലയ്ക്ക് ഡാമേജ് ആയതിനു ശേഷമാണ് അവൾ ഇങ്ങനെ ഒരു ബാക്ക്വേർഡ് ചൈൽഡ് അല്ലെങ്കിൽ സിമ്പിൾട്ടൺ ആയി മാറിയെന്നാണ് പറയുന്നത്. At birth, the child was very fair and pretty, but when she was 2 years old, she had an attack of smallpox. അപ്പോൾ ചെറുപ്പത്തിൽ അവൾ ഷി വാസ് വെരി പ്രെറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ, ബട്ട് 2 years ആയപ്പോൾ അവൾക്ക് എന്ത് വന്നു, സ്മോൾ പോക്സ് വന്നു അല്ലേ. സ്മോൾ പോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഡിസീസായിരുന്നു. വസൂരി എന്നൊക്കെ മലയാളത്തിൽ പറയുമായിരുന്നു. അപ്പോൾ സ്മോൾ പോക്സ് ഒക്കെ വന്നാൽ നമ്മുടെ മുഖം ഫുള്ള് ഇങ്ങനെ കുത്തൊക്കെ ആയിട്ട് ഭയങ്കര അഗ്ലി ഫേസ്ഡ് ലുക്കായിരിക്കും ഉണ്ടാവുക. ഓൺലി ദ ഐസ് വേർ സേവ്ഡ്. അപ്പോൾ സ്മോൾ പോക്സ് വന്നതിന് ശേഷം കണ്ണുകൾ മാത്രമായിരുന്നു സേവ് ആയത്, ബാക്കി എല്ലാ സ്ഥലത്തും സ്മോൾ പോക്സിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദ എൻറ്റയർ ബോഡി വാസ് പെർമനൻ്റ്ലി ഡിസ്ഫിഗേർഡ് ബൈ ദ ഡീപ് ബ്ലാക്ക് പോക്ക് മാർക്സ്. അപ്പോൾ പോക്ക് മാർക്സ് വഴി ഫുള്ള് ബോഡി മൊത്തം പോക്ക് മാർക്സ് ആയിരുന്നു. ലിറ്റിൽ സുലേഖ കുഡ് നോട്ട് സ്പീക്ക് ടിൽ ഷി വാസ് 5 ആൻഡ് when at maid last learned to speak she stammered അല്ലേ. അപ്പോൾ 5 വയസ്സായവരെ അവളൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല, പക്ഷെ അവൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഷീ സ്പീക്ക് ലൈക്ക് സ്റ്റാമേർഡ് അല്ലേ. ഒരു വിക്കുള്ള ആൾ, സ്റ്റാമറിംഗ് എന്ന് വെച്ചാൽ എന്താ, വിക്കുള്ള ആൾ സംസാരിക്കുന്ന പോലെയായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നത്. ദ അതർ ചിൽഡ്രൻ ഓഫൺ മെയ്ഡ് ഫൺ ഓഫ് ഹർ ആൻഡ് മിമിക്ഡ് ഹർ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ എപ്പോഴും അവളെങ്ങനെ കളിയാക്കുമായിരുന്നു, എപ്പോഴും അവളെങ്ങനെ കളിയായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, എപ്പോഴും അങ്ങനെ മോക്ക് ചെയ്യാന്നൊക്കെ പറയില്ലേ. ആസ് എ റിസൾട്ട് ഷീ ടോക്ക് ടു വെരി ലിറ്റിൽ. ആ ഒരു കാരണത്താൽ തന്നെ അവൾ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. Ramlal had 7 children, 3 sons and 4 daughters, and the youngest of them was Boli. It was a prosperous farmer's household and there was a plenty to eat and drink. All the children except Boli were healthy and strong. The sons had been sent to the city to study in the schools and later in the colleges. Of the daughters, Radha, the eldest, had already been married. The second daughter, Mangala's marriage has been settled. And when that was done, the Ramlal would think of the third Champa. They were good-looking, healthy girls. It was not difficult to find a bridegrooms for them. ആക്ച്വലി ഇപ്പോൾ അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് പറയാണ്. അപ്പോൾ ദേ ആർ ഫ്രം എ വെൽ ഫാമിലി. അപ്പോൾ അവർക്ക് ഒരുപാട് കഴിക്കാനും കുടിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവർ 7 മക്കളായിരുന്നു. 3 പേര് ആൺകുട്ടികളും 4 പേര് പെൺകുട്ടികളായിരുന്നു. ഒബ്വിയസ്ലി പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചു പോയി. വലിയ മോളുടെ പേര് രാധ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു. ഒരു മംഗളയുടെ മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. മൂന്നാമത്തെ ആളുടെ പേരാണ് ചെമ്പ. ഷി വാസ് വെരി ഗുഡ് ലുക്കിംഗ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗ്രൂമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആൺമക്കളാണെങ്കിൽ തന്നെ അവരെയൊക്കെ വലിയ പട്ടണത്തിലെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ട് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ആക്കിയിട്ട് അതിന് ശേഷം കോളേജസിലേക്കൊക്കെ പറഞ്ഞയച്ചു എന്നൊക്കെയാണ് ഈ ഒരു ഡീറ്റെയിൽസിൽ പറഞ്ഞത്. But Ramlal was worried about Boli. She had neither good looks nor intelligence. അവൾക്ക് ഇങ്ങനെ ഇൻ്റലിജൻസും ബുദ്ധിയില്ല, അതുപോലെ കാണാൻ പറ്റിയല്ല എന്നാണ് രാംലാൽ പറഞ്ഞത്. ഭോലി വാസ് 7 years old when Mangala was married. മംഗളയുടെ കല്യാണ സമയത്ത് ബോലിക്ക് 7 വയസ്സായിരുന്നു. The same year a primary school for girls was opened in their village. The Tahsildar Sahib came to perform its opening ceremony. She said to Ramlal, as the revenue official, you are the representative of the government in the village, and so you must have been set up an example to the villagers. You must send your daughters to school.
അപ്പോൾ അവിടെ ഒരു പുതിയൊരു സ്കൂൾ, പ്രൈമറി സ്കൂൾ സെറ്റപ്പ് ചെയ്തപ്പോൾ തഹസിൽദാർ ഈ പറയുന്ന രാംലാലിനോട് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഒരു നല്ലൊരു വലിയൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആളല്ലേ, റെപ്രസെൻറ്റേറ്റീവ് അല്ലേ ഗവൺമെൻറ്റിൻ്റെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ that night when Ramlal consulted his wife, she cried, "Are you crazy? If the daughters go to the school, who will marry her?" അപ്പോൾ രാംലാലിൻ്റെ ഭാര്യനോട് രാംലാൽ പറഞ്ഞപ്പോൾ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെന്താ ഇത്ര ക്രേസി ആണോ, നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോയി അവരാരെ കല്യാണം കഴിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, അധികം ആൾക്കാരെ എഡ്യൂക്കേറ്റഡ് ആക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, കൂടുതലും എല്ലാവരെയും മാരേജ് ചെയ്യാനായിരുന്നു അവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. But Ramlal had not enough courage to disobey the Tahsildar. At last his wife said, "I will tell you what to do. Send Boli to school, as it is there a little chance of getting her married. With her ugly face and lack of sense, let the teachers at school worry about her." അല്ലേ? അപ്പോൾ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത്. ഭാര്യ ഇങ്ങനെ പറയാൻ തന്നെ മെയിൻ കാരണം തഹസിൽദാർ ഒരിക്കലും അവർക്ക് ഡിസോബേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭാര്യ പറഞ്ഞു, ബോലിയെ തൽക്കാലം സ്കൂളിലേക്ക് പറഞ്ഞേക്കൂ, ബോലി ആണെങ്കിൽ കാണാനൊന്നും കൊള്ളില്ലല്ലോ, അപ്പോൾ അവളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവളുടെ ടീച്ചേഴ്സിന് അവളുടെ തലവേദന ആയിക്കോട്ടെ എന്നാണ് ഭാര്യ പറഞ്ഞത്. അപ്പോൾ ദ നെക്സ്റ്റ് ഡേ രാംലാൽ കോട്ട് ബോലി ബൈ ദ ഹാൻഡ് ആൻഡ് സെഡ്, "കം വിത്ത് മീ, ഐ വിൽ ടേക്ക് യു ടു സ്കൂൾ." ബോലി വാസ് ഫ്രൈറ്റൻഡ്. അപ്പോൾ രാംലാൽ പിറ്റേ ദിവസം ബോലിനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബോലിയുടെ കൈ പിടിച്ച് പോയപ്പോൾ തന്നെ ബോലി വാസ് ഫ്രൈറ്റൻഡ് അല്ലേ, ബോലി വാസ് അഫ്രൈഡ്, ബോലി പേടിച്ചു പോയി. ഷീ ഡിഡ് നോട്ട് know what a school was like. She remembered how a few days ago their old cow Lakshmi had been turned out of the house and sold out അല്ലേ. അപ്പോൾ അവൾക്ക് സ്കൂൾ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവൾക്കൊരു കാര്യം അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവളുടെ പശു ലക്ഷ്മീനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിറ്റ് കാര്യം അറിയാം. അപ്പോൾ അവൾ വിചാരിക്കും ഇനി അതിന് വല്ലതും ആണോ ഇനി ഇവളെ കൊണ്ടുപോകുന്നതെന്നൊക്കെ വിചാരിച്ചു. "No, no," she shouted in terror and pulled her hand away from her father's grip അല്ലേ. അങ്ങനെ അവൾ പേടിച്ചിട്ട് അവളുടെ കൈ, ഇപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ കൈ അവിടുന്ന് വിട്ടു. "What is the matter with you, you fool?" shouted Ramlal. "I'm not only taking you to the school." Then he told his wife, "Let her wear some decent clothes today, or else what will the teachers and the other school girls think of us when they see her?" അല്ലേ. അപ്പോൾ നീ എന്ത് ഫൂളാണ്, നിനക്ക് എന്താ പ്രശ്നം എന്ന് രാംലാൽ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ സ്കൂളിലേക്ക് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവൾക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ക്ലോത്ത്സ് നമുക്ക് ചെയ്തു കൊടുക്കാം, അങ്ങനെ ആകുമ്പോൾ ഈ ടീച്ചേഴ്സും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ എന്താ വിചാരിക്കുക നമ്മളെ പറ്റി, ഇവളിങ്ങനെ അഗ്ലി ഫേസ്ഡ് ആയിട്ട് പോയാൽ എന്നൊക്കെ വിചാരിച്ചു. ന്യൂ ക്ലോത്ത്സ് ഹാഡ് ബീൻ മെയ്ഡ് ഫോർ ബോലി. ദ ഓൾഡ് ഡ്രസ്സസ് ഓഫ് ഹെർ സിസ്റ്റേഴ്സ് വർ പാസ്ഡ് ഓൺ ടു ഹെർ. അപ്പോൾ പുതിയ ക്ലോത്ത്സൊക്കെ ബോലിക്ക് കൊടുത്തു. സാധാരണ അവൾക്ക് ഓൾഡ് ഡ്രസ്സസ് അവളുടെ സിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഡ്രസ്സസൊക്കെ ആയിരുന്നു കിട്ടാറുണ്ടായിരുന്നത്. നോ വൺ കെയർഡ് ടു മെൻഡ് ഓർ വാഷ് ഹെർ ക്ലോത്ത്സ്, ബട്ട് ടുഡേ ഷി വാസ് ലക്കി ടു റിസീവ് എ ക്ലീൻ ഡ്രസ് വിച്ച് ഹാഡ് shrunk after many washes, had no longer fitted champa. She was even bathed and oil with rubbed into her dry and matted hair. Only then she began to believe that she was being taken to a place better than home. അപ്പോൾ ബോലിക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി അവളുടെ ഡ്രസ്സസൊന്നും ആരും വാഷ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവൾക്ക് നല്ലൊരു ചമ്പയുടെ ഒരു ഷ്രിങ്കായ ചുരുങ്ങിയൊരു ഡ്രസ്സ് അവൾക്ക് കൊടുത്തു. പക്ഷേ അത്യാവശ്യം നല്ല ക്ലീൻഡ് ആൻഡ് വെൽ ഡ്രസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ അവളുടെ ഹെയറൊക്കെ നല്ല രീതിയിൽ ഓയിലൊക്കെ വെച്ചിട്ട് റബ്ബൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ ആണിപ്പോൾ അവൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ബോലി റിയലൈസേഷൻ ഉണ്ടായെന്ന് വെച്ചാൽ ഷീ ഈസ് ഗോയിങ് ടു പ്ലേസ് ബെറ്റർ ദാൻ ഹെർ ഹോം. അവളൊരു നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, അവളുടെ വീട്ടിനെ കാണി. When they reached the school, the children were already in their classrooms. Ramlal handed over his daughter to the headmistress. Left alone, the poor girl looked about her with a fear-laden eyes. There were several rooms, and in each room, girls like her squatted on mats, reading from books or writing on slates. The headmistress asked Bholi to sit in the corner of one of the classrooms. അപ്പോൾ അച്ഛൻ നേരെ എന്ത് ചെയ്തു, ഹെഡ് മിസ്ട്രസിനെ ബോലിയെ ഏൽപ്പിച്ചു. ബോലി വാസ് എന്താ വെച്ചാൽ ബോലിയുടെ കണ്ണുകളെ പറ്റി പറയുന്നുണ്ട്, ഫിയർ ലേഡൻ ഐസ് അല്ലേ, പേടിച്ച് പരിഭ്രാന്തമായൊരു കണ്ണായിരുന്നു ബോലിക്ക് ഉണ്ടായിരുന്നത്. കാരണം അവൾക്ക് ദ പ്ലേസ് ഇസ് ന്യൂ ടു ഹെർ അല്ലേ, അവൾ മുന്നേ ഒരു ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് റൂംസ് ഉണ്ട്, അതിനകത്തൊക്കെ ഒരുപാട് പിള്ളേർ സ്ക്വാറ്റഡ് ഓൺ മാറ്റ്സ്. സ്ക്വാറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്, ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ. ആൻഡ് റീഡിങ് ഫ്രം ബുക്സ് ആൻഡ് റൈറ്റിംഗ്സ് ഓൺ സ്ലേറ്റ്സ്. അപ്പോൾ ബുക്കൊക്കെ വായിച്ചിട്ട് സ്ലേറ്റിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെഡ് മിസ്ട്രസ് ബോലിയനോട് പറഞ്ഞു ഒരു ക്ലാസ് റൂമിൻ്റെ ഏതെങ്കിലും കോർണറിൽ പോയിട്ടിരിക്കാൻ പറഞ്ഞു.
And Bholi did not know what exactly a school was like and what happened there, but she was glad to find so many girls, almost of her own age, present there. She hoped that one of the girls might become her friend. അപ്പം ബോലിക്ക് അവിടെ സ്കൂൾ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതൊന്നും അറിയില്ല. പക്ഷെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു, അതുപോലെ തന്നെ അവളുടെ ഏജിലുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അവൾക്ക് മനസ്സിലായി അവളെ ആരെങ്കിലും ഒരാളെ ബോലിക്ക് ഫ്രണ്ടായിട്ട് കിട്ടുന്നു. The lady teacher who was in the class was saying something to the girls, but Boli could not understand anything, or Boli could not understand whatever she is speaking. She looked at the pictures on the wall. The colors fascinated her. The horse was brown, just like the horse on which the Tahsildar had come to visit their village. The goat was black, like the goat on their neighbor. The parrot was green, like the parrot she had seen in the mango orchard, and the cow was just like her Lakshmi. And suddenly Boli noticed that the teacher was standing by her side, smiling at her. അപ്പോൾ ടീച്ചർ അവളെ ഇങ്ങനെ അവളോട് ഇങ്ങനെ സംസാരിക്കും. അവൾ ടീച്ചർ എന്തൊക്കെയൊക്കെയോ പിള്ളേരോട് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഒരുപാട് പിക്ചേഴ്സൊക്കെയാണ് ഇങ്ങനെ ചുമരിൽ തൂക്കിയിട്ട് പിക്ചേഴ്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഹോഴ്സ് എങ്ങനെയാണ് കാണുന്നത്, തഹസിൽദാർ വില്ലേജിലേക്ക് വന്ന അതേപോലത്തത്. അതുപോലെ തന്നെ പാരറ്റ് ഉണ്ട്. പാരറ്റ് എങ്ങനത്തെയാണ് അവളുടെ നൈബറിങ് ഓർക്കാറ്റിനകത്ത്, മാംഗോ ഓർക്കാറ്റിനകത്ത് കാണുന്ന അതുപോലെ തന്നെ പാരറ്റ് ഉണ്ട്. കൂടാതെ തന്നെ വേറെയും അവൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കൗ അവളുടെ ലക്ഷ്മീനെ പോലെ തന്നെ ഉണ്ട്. ഗോട്ട് എന്ന് പറയുമ്പോൾ നൈബറിൻ്റെ ബ്ലാക്ക് ഗോട്ട് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അവൾ ഷി വാസ് വെരി ഫാക്സിനേറ്റഡ് വൈൽ ദാറ്റ് അല്ലേ, അതായിട്ട് അവൾ ഭയങ്കരമായിട്ട് ഫാക്സിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ടീച്ചർ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടത്. അവളോട് ചിരിക്കുന്നുണ്ടായിരുന്നു. വാട്ട്സ് യുവർ നെയിം ലിറ്റിൽ വൺ, എന്താ നിൻ്റെ പേര്? ഭോ ഭോ ഭോ. Oh, she could stammer no further than that. അവളിങ്ങനെ സ്റ്റാമർ ചെയ്തുകൊണ്ടിരിക്കുക, വിക്കിക്കൊണ്ടിരിക്കുകയാണ്. Then she began to cry and tears flowed from her eyes in a helpless flood. She kept her head down as she sat in her corner, not daring to look up at the girls who she knew were still laughing at her. അപ്പോൾ അവളങ്ങനെ ആകെ പേടിച്ചിട്ട് കരഞ്ഞ് കണ്ണുനീര് വരുന്നതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. When the school bell rang, all the girls scurried out of the classroom. Scurried എന്ന് വെച്ചാൽ എന്താ, ഒറ്റ കൂട്ടായിട്ട് ഇങ്ങനെ പോവില്ല, ഒറ്റയടിക്ക് ക്ലാസ് റൂം വിട്ട് പോവുക ബെല്ലടിച്ചപ്പോൾ. But Bholi dared not to leave her corner. Her head still lowered, she kept on sobbing. പക്ഷെ ബോലിക്ക് ഇങ്ങനെ അവിടുന്ന് കോണർന്ന് പോകാൻ തന്നെ പേടിയായിരുന്നു. എന്നിട്ട് അവൾ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഷി വാസ് കെപ്റ്റ് ഓൺ സോബിങ്. അവളിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബോലി എന്നാരോ വിളിച്ചു. ടീച്ചേഴ്സ് വോയിസ് വാസ് സോ സോഫ്റ്റ് ആൻഡ് സൂത്തനിങ്. ഇൻ ഓൾ ഹെർ ലൈഫ് ഷീ ഹാഡ് നെവർ ബീൻ കോൾഡ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ടച്ച്ഡ് ഹെർ ഹാർട്ട്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ഇങ്ങനെ ആരും നല്ല രീതിയിൽ വിളിച്ചൊന്നും കേട്ടില്ല. അപ്പോൾ ടീച്ചറായിരുന്നു വിളിച്ചത്. ഭോലിന്ന് ഗെറ്റ് അപ്പ് സെഡ് ദ ടീച്ചർ. ഇറ്റ് വാസ് നോട്ട് എ കമാൻഡ് ബട്ട് ജസ്റ്റ് എ ഫ്രണ്ട്ലി സജഷൻ. ഭോലി ഗോട്ട് അപ്പ്. അപ്പോൾ ഭോലി എന്ന് വിളിച്ചിട്ട് നീക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സജഷനായിരുന്നു, പക്ഷെ ഒരു കമാൻഡൊന്നും ആയിരുന്നില്ല. കാരണം അവളുടെ വീട്ടിൽ അവൾക്ക് അങ്ങനെയായിരുന്നു ഫേസ് ചെയ്യേണ്ടിരുന്നത്. നൗ ടെൽ മീ യുവർ നെയിം. എന്നിട്ട് പറഞ്ഞു നിൻ്റെ പേരെന്താണ്. Sweat broke out over her whole body. Would her stammering tongue again disgrace her? For the sake of this kind woman, however, she decided to make an effort. She had such a soothing voice, she would not laugh at her. ബോഡിക്കൊരു കാര്യം മനസ്സിലായി. അവളുടെ ബോഡി മൊത്തം ഇങ്ങനെ വിയർക്കാൻ തുടങ്ങി. അവൾക്കിങ്ങനെ സ്റ്റാമറിങ് ട്രങ്ക്. അവരെന്താ വിചാരിക്കുക, ടീച്ചർ എന്താ അപ്പോൾ അവൾ വിചാരിക്കുക എന്താ പറയുന്നതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നു. അവർ നല്ല രീതിയിലാണല്ലോ തിരിച്ച് ബോഡിയോട് സംസാരിച്ചത്. അവളോട് നോക്കിയിട്ട് അവളെ കളിയാക്കിയില്ല, അവളെ മോക്ക് ചെയ്തില്ല. അപ്പോൾ ഭോ ഷീ ബിഗാൻ ടു സ്റ്റാമർ. വെൽ ഡൺ ദ ടീച്ചർ എൻകറേജ്ഡ് ഹെർ. ടീച്ചർ അവളെ പ്രോത്സാഹിപ്പിച്ചു. കമോൺ നൗ ദ ഫുൾ നെയിം. അങ്ങനെ ഫുൾ നെയിം അവളെ കൊണ്ട് ഭോലി എന്ന് പറയിപ്പിച്ചു. അറ്റ് ലാസ്റ്റ് ഷി വാസ് ഏബിൾ ടു സേ ഇറ്റ് ആൻഡ് ഫെൽറ്റ് റിലീവ്ഡ് ആസ് ഇഫ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ അവൾക്ക് കുറച്ച് നല്ല ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് വിചാരിച്ചു. And well done, the teacher patted her affectionately and said, put the fear out of your heart and you will be able to speak like everyone else. അപ്പോൾ നിൻ്റെ പേടിയൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും പോലെ സംസാരിക്കുന്നു പറഞ്ഞു. ബോലി ലുക്ക്ഡ് അപ്പ് ആസ് ഇഫ് ഷീ റിയലി. അവൾ ചോദിക്കുകയാണ്, റിയലി ശരിയാണോ? യെസ് ഇറ്റ് ഈസ് വെരി ഈസി. ഇറ്റ് വിൽ ബി വെരി ഈസി. യു ജസ്റ്റ് കെയിം ടു സ്കൂൾ എവറി ഡേ, വിൽ യു കം? അപ്പോൾ നീ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വന്ന് അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നും വരുമോ എന്ന് ചോദിച്ചു. ഭോലി നോഡഡ് അല്ലേ, ഭോലി തലയാട്ടി. No, say it aloud. Yes,
ബോലി ഇങ്ങനെ തിരിച്ച് റിപ്ലൈ ചെയ്തു. ബോലി ഹെർസെൽഫ് വാസ് അസ്റ്റോണിഷ്ഡ് അല്ലേ, അവൾ ആകെ സർപ്രൈസ്ഡ് ആയിരുന്നു. ദാറ്റ് ഷീ ഹാഡ് ബീൻ ഏബിൾ ടു സേ ഇറ്റ്. ഡിഡ്ന്റ് ഐ ടെൽ യു നൗ ടേക്ക് ദിസ് ബുക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് എടുക്കൂ. The book was full of nice pictures, and the pictures were in the color dog, cat, goat, horse, parrot, tiger and cow, just like Lakshmi, and with every picture was a word in the big black letters. അപ്പോൾ ഒരുപാട് പിക്ചേഴ്സുള്ളൊരു ബുക്ക് കൊടുത്തിട്ട് പറയുന്നു. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഗോട്ട്, ഹോഴ്സ്, അതുപോലെ തന്നെ പാരറ്റ്, ടൈഗർ, കൗ ഒക്കെ ഉണ്ട് അല്ലേ. ഓരോ പിക്ചേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ലെറ്റേഴ്സിൽ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ഇൻ 1 month യു വിൽ ബി ഏബിൾ ടു റീഡ് ദിസ് ബുക്ക്. അപ്പോൾ ഒരു മാസം കൊണ്ട് നീ ഈ ബുക്ക് വായിക്കും. ആൻഡ് ദെൻ ഐ വിൽ ഗിവ് യു എ ബിഗർ ബുക്ക്, ദെൻ എ സ്റ്റിൽ ബിഗർ വൺ. ഇൻ ടൈം യു വിൽ ബി മോർ ലേൺ ദാൻ എനി വൺ എൽസ് ഇൻ ദ വില്ലേജ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിനക്ക് വേറെ വലിയൊരു ബുക്ക് കൊണ്ടുവരും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു വലിയ ബുക്ക് തരാം. അങ്ങനെയാകുമ്പോൾ നീ കുറച്ച് കഴിഞ്ഞാൽ ഈ വില്ലേജിൽ എല്ലാവരെ കാണി സംസാരിക്കും. ദെൻ നോ വൺ വിൽ എവർ ബി ഏബിൾ ടു ലാഫ് അറ്റ് ദാൻ എനിവൺ ലാഫ് ദാൻ യു അല്ലേ. അവളെ നോക്കിയിട്ട് ആരും നീ ചിരിക്കില്ല. ആൻഡ് പീപ്പിൾ വിൽ ലിസൺ ടു യു വിത്ത് റെസ്പെക്റ്റ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് വിത്തൗട്ട് ദ സ്ലൈറ്റസ്റ്റ് സ്റ്റാമർ അല്ലേ. എല്ലാവരും നിന്നെ റെസ്പെക്റ്റ് ചെയ്യും, നീ ഒരു സ്റ്റാമറിങ്ങും ഇല്ലാതെ എല്ലാവരോടും സംസാരിക്കും. അണ്ടർസ്റ്റാൻഡ്. നൗ ഗോ ഹോം ആൻഡ് കം ബാക്ക് ഏർലി ടുമോറോ മോർണിംഗ് അല്ലേ. നീ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നീ നാളെ രാവിലെ നേരത്തെ വരുമെന്ന് ടീച്ചർ പറഞ്ഞു. ഹോളി ഫെൽറ്റ് ആസ് ഇഫ് ഷീ സഡൻലി ഓൾ ദ ബെൽസ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ വർ റിംഗിങ് ആൻഡ് ദ ട്രീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ ഹൗസ് ഹാസ് ബ്ലോസംഡ് ഇൻ ടു ദ ബിഗ് റെഡ് ഫ്ലവേഴ്സ്. ഹെർ ഹാർട്ട് വാസ് സ്റ്റോപ്പിംഗ് വിത്ത് എ ന്യൂ ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ് അല്ലേ. ബോളിക്ക് ഫെൽറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവിധ നമ്മുടെ അമ്പലമണികളൊക്കെ മുഴങ്ങുന്നതും അതുപോലെ തന്നെ അവളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ട്രീ മൊത്തം റെഡ് ഫ്ലവേഴ്സായിട്ട് ബ്ലോസംഡ് ആവണതും അവളുടെ ഹാർട്ട് നല്ലൊരു പുതിയ ബെറ്റർ ലൈഫ്, അതുപോലെ നല്ലൊരു ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു ഇതാണ് ടീച്ചറിലൂടെ അവൾക്ക് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇനി അതുവരെ കഴിഞ്ഞു. ഇനി വർഷങ്ങൾക്ക് ശേഷം ഭോലിക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ നമുക്കുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.